الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد ഈ മജ്ലിസിന്റെ ബറക്കത്ത് കിട്ടണം, ഷായറെ മുബാറക്കിന്റെ സിയാറത്തിൽ കൂടണം എന്ന ആഗ്രഹം വെച്ച് വന്ന സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മുടെ സിയാറത്തും ഒത്തുകൂടലും നമ്മുടെ സകല നല്ല കാര്യങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടലുമുണ്ട്. അതേപോലെ മറ്റുള്ളവർക്കൊന്നും അറിയില്ല, ഞങ്ങൾക്കാണ് അത് തിരിഞ്ഞത് എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. വൈകാതെ തന്നെ മറ്റുള്ളവർക്കാണത് മനസ്സിലായത്, നമുക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന തിരിച്ചറിവിനും അവസരമുണ്ടാകാറുണ്ട്. അത് തന്നെയാണ് നമ്മോടെപ്പോഴും തുറന്ന് സമ്മതിക്കാൻ വേണ്ടി ഖുർആൻ പറയുന്നത്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഇൽമ് കൂടുതലായി കിട്ടാൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചെല്ലാൻ പറ്റിയ ഒരു ദിക്ർ അസ്മാഉൽ ഹുസ്നയിൽ ഹക്കീം എന്ന് പറഞ്ഞ ആ ഇസ്മ് ആവർത്തിച്ച് പറഞ്ഞാൽ അതിന് ഫലമുണ്ടാകും എന്ന് സൂചിപ്പിക്കുമാർ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം എന്നുകൂടി അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്ത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നൂറ്റാണ്ടുകളുടെ പ്രബോധന പ്രവർത്തനം നടത്തിയ മറ്റൊരു നബിയെ ഒരുപക്ഷെ നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണ്. നൂറ്റാണ്ടുകൾ തന്നെ പ്രബോധനം നടത്തിയിട്ട് അന്നുണ്ടായിരുന്ന ജനസമൂഹങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ തയ്യാറായവർ, അദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാനായി മുന്നോട്ട് വന്നവർ, അദ്ദേഹം ആലോകരെ ക്ഷണിക്കുന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധരായവർ തുലോം പരിമിതമായിരുന്നു. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. ആ വളരെ വലിയ മനോവ്യത നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പ്രകടിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ കഠിനാധ്വാനം ചെയ്തു റബ്ബേ, എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്റെ വിളിക്കുത്തരം നൽകാൻ, ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ, ഞാൻ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ നടക്കാൻ തയ്യാറായവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന പരിഭവം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും പ്രബോധന മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ആ സമയത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നിങ്ങൾ അടിയന്തിരമായി ഒരു കപ്പലുണ്ടാക്കണം. വൗഹൈനാ ഇലൈഹി അനിസ്നഇൽ ഫുൽക ബി അയ്യുനിനാ. കപ്പൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? നിർദ്ദേശം നമ്മുടെ ഭാഗത്തു നിന്ന് നൽകപ്പെടും. ആ കപ്പലിന്റെ മാതൃക എങ്ങനെയാകണം അത് നമ്മൾ പറഞ്ഞു തരും. ആ കപ്പൽ എപ്പോഴാണ് നീറ്റിലിറക്കേണ്ടത് അതും കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഒരു കപ്പലുണ്ടാക്കുകയാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറയുന്നത് അപ്പടി അനുസരിക്കുന്ന ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിട്ട് ഇതെന്ത് ചെയ്യാനാണ് എന്ന് അല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കാൻ തോന്നിയതേയില്ല. കപ്പലുണ്ടാക്കി. പക്ഷേ അവരുടെ സമൂഹം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ പരിഹാസ്യമാക്കാൻ പറ്റിയ ഒരവസരമാണിത് എന്നാണ് മനസ്സിലാക്കിയത്. യാതൊരാവശ്യവുമില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുന്ന ഇദ്ദേഹം കണ്ടോ ആയുസ് ചെലവാക്കുന്നത്?
ആരോഗ്യം ചെലവാക്കുന്നത്, ധനം ചെലവാക്കുന്നത് ഒരാവശ്യവുമില്ലാതെ ഒരു കപ്പലുണ്ടാക്കാനാണ് എന്ന് പരിഹസിക്കുകയും മാത്രമല്ല ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ടോയ്ലറ്റായി ആ കപ്പൽ ഉപയോഗിക്കാൻ വരെ തയ്യാറായ രംഗം നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഒരു നബിയെ തന്റെ സമൂഹത്തിന് എത്രമാത്രം അപമാനിക്കാൻ പറ്റും എന്നതിന്റെ വലിയ ഒരു ഉദാഹരണമാണ്. മലയാള ഭാഷയിൽ അതുമായി ബന്ധപ്പെട്ടൊരു ശൈലി തന്നെയുണ്ട്. ഈ സഭയോട് യോജിക്കാത്തതിനാൽ ഞാൻ ആ ശൈലി പറയുന്നില്ല. ആ കപ്പൽ അവർ ടോയ്ലറ്റാക്കി ഉപയോഗിക്കുകയാണ്. വിശ്വാസികൾ അല്ലെങ്കിലും വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അവര് വേദനിക്കുകയാണ്. പടച്ചവനെ, എത്രമാത്രം വലിയ അക്രമമാണ് ഈ കൂട്ടർ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. പോകട്ടെ, എല്ലാവർക്കും കൂടി ഒരു നബിയെയോ അല്ലെങ്കിൽ ഒരു നേതാവിനെയോ അതല്ലെങ്കിൽ ഒരു പണ്ഡിതനെയോ അംഗീകരിക്കാൻ പറ്റുക എന്നത് സ്വാഭാവികമായും അത് അസംഭവ്യമാണ് എന്ന് തന്നെ പറയാം. നമുക്ക് അതിന് പരാതിയില്ലായിരുന്നു. പക്ഷേ ഈ സമൂഹം അദ്ദേഹത്തെ ആക്രമിക്കാൻ മുതിർന്നു, തെറി പറയാൻ തയ്യാറായി, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ പീഡിപ്പിക്കാൻ തയ്യാറായി. അതുകൊണ്ടൊന്നും അവരവസാനിപ്പിച്ചില്ല. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹമുണ്ടാക്കിയ കപ്പൽ അവരുടെ മലമൂത്ര വിസർജനത്തിന്റെ കേന്ദ്രമായി അവർ ഉപയോഗിച്ചു. ഈ രംഗം വിശ്വാസികളെ ഒട്ടൊന്നുമല്ല വേദനിപ്പിച്ചത്. കരയാത്തവരില്ല, ഉറക്കൊഴിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരില്ല. പടച്ചവനെ, ഈ സമൂഹത്തിന് ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്തെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തന്നെ അവര് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ചില്ലറ വേദനയുമൊന്നുമല്ല അനുയായികൾക്കുണ്ടായിരുന്നത്. തങ്ങളുടെ നേതാവ് യഥാർത്ഥ ദൈവദൂതനാണെന്ന് വിശ്വാസമുള്ള ഒരു സമൂഹത്തിന് ആ നേതാവ് കളവാക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അത് സഹിക്കാൻ അവരെ കൊണ്ട് ആകുമോ? നേതാവിനെ പറ്റിയുള്ള അവരുടെ സങ്കല്പം ഞങ്ങളുടെ നേതാവ് ദൈവദൂതനാണെന്നാണ്. ഞങ്ങളുടെ നേതാവ് ഭൗതികമായ താൽപര്യത്തിന് വേണ്ടിയല്ല ഒന്നും ചെയ്യുന്നത് എന്നാണ് നേതാവിനെ പറ്റി അവരുടെ സങ്കല്പം. മാത്രമല്ല, ആ നേതാവ് നാളിതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അതിന്റെയൊക്കെ പ്രാധാന്യവും പ്രസക്തിയും ലോകത്തിതുവരെ തെളിഞ്ഞിട്ടുണ്ട് എന്നും ബോധ്യപ്പെട്ട അനുയായികൾ സത്യം പറഞ്ഞാൽ ഈ കാഴ്ച അവരെ വല്ലാതെ ഞെട്ടിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടന്നു വന്നാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഅറേ മുബാറക്കുമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വന്നപ്പോൾ വിശ്വാസികൾക്ക് സന്തോഷത്തിന് അറ്റമുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ലോകത്ത് വളരെ കുറഞ്ഞ ചില ആളുകൾക്ക് മാത്രം ലഭിച്ച ഒരു മഹാഭാഗ്യം ഈ മഹാപണ്ഡിതനിലൂടെ ഈ കേരളത്തിലെ മുസ്ലിം ജനലക്ഷങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ് എന്ന് അവർ സമാധാനിക്കുകയാണ്. ചരിത്ര കിതാബുകൾ മുഴുവൻ പലവരും വായിച്ച അവർക്കൊക്കെ ബോധ്യപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ വിശ്വാസയോഗ്യനാണ് എന്ന് ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരാളാണ് അത്തരം ഒരു വിഷയവുമായി വന്നെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് കാരണമായി അത് തള്ളിപ്പറയാൻ പാടില്ല എന്നാണ് അവരൊക്കെ പഠിച്ചു വച്ചത്. പക്ഷേ ഇവിടെ മറ്റെന്തോ താൽപര്യങ്ങളുള്ളതിനാൽ, അല്ലെങ്കിൽ ആ മഹാവ്യക്തിത്വത്തിന്റെ ഉയർച്ചയിൽ അസൂയ മാത്രമുള്ളതിനാൽ ഇവിടെ ഇതാ പണ്ഡിതന്മാരുടെ രൂപവും ഭാവവുമുള്ള വലിയ വലിയ ആളുകൾ വരെ അതിനെ ശക്തമായി എതിർത്തു എന്നോ അദ്ദേഹത്തെ ശക്തമായി എതിർത്തു എന്നോ അത് കൊണ്ടുവന്നു വച്ച മർക്കസു സഖാഫത്തി സുന്നിയെ എതിർത്തു എന്നോ പറഞ്ഞിരുന്നെങ്കിൽ ഒരളവോളം നമുക്ക് സമാധാനിക്കാമായിരുന്നു. അതുകൊണ്ടൊന്നും അവർ അവസാനിപ്പിച്ചില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും പ്രവാചകരെ വ്യക്തിഹത്യ ചെയ്യാൻ അവസരം തുറന്നു കൊടുക്കുകയും
പ്രവാചകരുടെ തിരുകേശങ്ങൾക്ക് എവിടെയാണെങ്കിലും യാതൊരു പ്രസക്തിയുമില്ല എന്ന് വരെ ജനങ്ങളിൽ തെറ്റായ ചിന്ത ഉയർത്തിവിടാൻ കാരണമാകുന്ന തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിടുകയും ചെയ്തു. അതെ, അന്ന് നൂഹ് നബിയുടെ അനുയായികൾ ആ നൂഹ് നബി ഉണ്ടാക്കാൻ നിർദ്ദേശിച്ച കപ്പലിൽ വന്ന് സ്വന്തം നാട്ടുകാര് മലമൂത്ര വിസർജനം നടത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര കണ്ട് വേദനിച്ചുവോ അതിനേക്കാൾ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾ വേദനിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തന്ത്രജ്ഞനാണ്. അതാ നൂഹ് നബിയുടെ സമൂഹത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുകയാണ്. അവിടെ ഒന്നായിട്ടൊരു കൊളമ്പ് രോഗം, മൂരികൾക്കാണ് ഇന്ന് കൊളമ്പ് രോഗമുണ്ടാകുന്നത് എങ്കിൽ അന്ന് കാലികൾക്ക് മാത്രമായിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അന്ന് പിടിപെട്ട രോഗത്തെപ്പറ്റി ചില ചരിത്രകാരന്മാർ പറയുന്നത് അവർക്ക് കൊളമ്പ് രോഗമായിരുന്നു പിടിപെട്ടത് എന്നാണ്. അതല്ല മറ്റേതോ ചില രോഗങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലുമാകട്ടെ, രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങൾ അത്രയും വിഫലമായപ്പോൾ പരാജയപ്പെട്ട വൈദ്യശാസ്ത്രത്തിന്റെ മുന്നിൽ ഇനി ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല എന്ന് അവരെല്ലാവരും ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി നൂഹ് നബിയുടെ കപ്പലിലേക്ക് ചെന്ന ഒരു രോഗി അബദ്ധവശാൽ ആ മലമൂത്ര വിസർജ്യത്തിലേക്ക്, വിസർജ്യ വസ്തുക്കളിലേക്ക് മലർന്നടിച്ചു വീഴുകയാണ്. അത്ഭുതമെന്നല്ലേ പറയേണ്ടൂ. എവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ വിസർജ്യ വസ്തുക്കളായോ അവിടെയെല്ലാം അദ്ദേഹത്തിന്റെ അസുഖം ഭേദപ്പെട്ട കാഴ്ച അയാളെ തന്നെ ഞെട്ടിച്ചു. അയാളത് കഴുകി വൃത്തിയാക്കുന്നതിന് പകരം ആലോചിക്കുകയാണ്, ഈ മാലിന്യമായ സ്ഥലത്തുള്ള മുഴുവൻ അസുഖവും ഭേദമായിരിക്കുന്നു എങ്കിൽ എന്റെ മൂക്കിനുള്ളിലിതാ ഒരു കുരു വരുന്നു. സാധാരണ മണം കൊണ്ട് അടുപ്പിക്കാൻ പറ്റാത്ത മാലിന്യം അയാൾ ചെറുവിരലുകൊണ്ട് നമ്മൾ കണ്ണിന് സുർമയിടും പോലെ അയാൾ മൂക്കിനുള്ളിലെ കുരുമാറാൻ വേണ്ടി ആ വിസർജ്യം മൂക്കിനുള്ളിലേക്ക് സേവിക്കുകയാണ്, നസ്യം ചെയ്യുകയാണ് എന്നും പറയാം. അത്ഭുതമെന്നല്ലേ പറയൂ. മൂക്കിന്റെ ഉള്ളിലുള്ള കുരു എവിടെ പോയി എന്ന് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ശരീരം മുഴുവൻ അതാ വിസർജ്യ വസ്തുക്കൾ വാരിത്തേച്ചു. പൂർണ്ണ ആരോഗ്യവാനായി സമൂഹത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറെ SK കുട്ടികളുണ്ട്. അവര് ചോദിച്ചു, അല്ല സുഹൃത്തെ, വലിയ അത്ഭുതമുണ്ടല്ലോ നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ മലമൂത്ര വിസർജ്യത്തിനു വേണ്ടി പോയപ്പോൾ നിങ്ങളാകെ രോഗിയായിരുന്നു, എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാന് അബദ്ധവശാൽ ഒന്ന് മാലിന്യത്തിൽ വീണുപോയി. ആയ സ്ഥലത്ത് മുഴുവൻ ഭേദപ്പെട്ടത് കണ്ടപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ഞാൻ അതൊന്ന് തേച്ചു. അപ്പൊ അവിടെയും മാറി. കേൾത്ത പാതി കേൾക്കാത്ത പാതി ഇവരും ഓടി. സുബ്ഹാനല്ലാഹ്, ചരിത്രമറിയുന്നവരാണ് എന്റെ മുന്നിലുള്ളവർ മുഴുവൻ. ആ ആളുകൾ മുഴുവൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ ആഴ്ചകളോളം ഉണ്ടായിരുന്ന വിസർജ്യ വസ്തുക്കൾ മുഴുവൻ എടുത്തു കൊണ്ടുപോയി. അവസാനം പിന്നീട് ലേറ്റായി വന്ന ആളുകൾക്ക് വിസർജ്യ വസ്തുക്കൾ ലഭിക്കാതെ വന്നപ്പോൾ കപ്പൽ കഴുകി അതിന്റെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും അത് സേവിച്ചവരുടെ മുഴുവൻ അസുഖം സുഖമായി എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഹക്കീമാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു പലപ്പോഴും, ഈ ഷഅറേ മുബാറക്ക് ലഭിച്ച ഉടനെ, ഇത് ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ എങ്ങാനും ഇതിനോട് എതിർപ്പുള്ള ആളുകൾ വളരെ രഹസ്യമായി ഒരു 3-4 ആള് വന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഒന്ന് കാണണം അവർക്ക്. അതിനുവേണ്ടി നോക്കുമ്പോൾ സി മുഹമ്മദ് ഫൈസി ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അതെ, മർക്കസിന്റെ ജനറൽ മാനേജർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് വന്ന് പറഞ്ഞു, അല്ല സി ഉസ്താദ്, ഞങ്ങള് കാന്തപുരം ഉസ്താദിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്തേ സംഭവം? ഒന്നുമില്ല, ഇവിടെ ഒരു ഷഅറേ മുബാറക്കിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ, ഞങ്ങൾക്ക് അതിന്റെ സനദിനെപ്പറ്റി ചില സംശയങ്ങളുണ്ട്. ഒന്ന് ഞങ്ങളെ ഉസ്താദുമായിട്ട് ബന്ധപ്പെടുത്തി തരണം, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സി മുഹമ്മദ് ഫൈസിയോ അല്ലെങ്കിൽ ഞാനോ മറ്റാരെങ്കിലും ഈ വന്ന കൂട്ടരെയും കൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് ചെന്ന്
ചർച്ചയ്ക്ക് അല്പസമയം വാങ്ങിച്ചു കൊടുത്തിരുന്നു എങ്കിൽ ഒരുപക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഷായറെ മുബാറക്ക് അത് മർക്കസിന് കിട്ടിയതാണ്, മർക്കസിൽ മാത്രം നിന്നാൽ മതി, അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണ്ട എന്നെങ്ങാനും അന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ എന്ന് ഞാനിപ്പോൾ ആശങ്കപ്പെടുകയാണ്. അതേസമയം അല്ലാഹു തആല വലിയ ഹിക്മത്തെടുത്തു. ഇത് ഇവിടെ കിട്ടിയ അന്ന് തന്നെ ആണെങ്കിൽ പോലും അതിവിടെ വെക്കാൻ സമ്മതിക്കരുത് എന്ന് കോടതിയോട് പറയാൻ അല്ലാഹു തആല ആ വിഭാഗത്തെ പാകമാക്കിയെടുത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ ഫലം? നമ്മൾ രീതി ഞങ്ങൾക്ക് ഈ തുരുകേശ സിയാറത്തിലൂടെ ഉണ്ടാകണം. വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളിയാണ്. ഇത് തടുക്കാൻ ഒരു രാഷ്ട്രീയ പ്രചരണത്തിനാവുകയില്ല. ഇത് തടുക്കാൻ പണ്ഡിത സഭയുടെ പേരിൽ പ്രഖ്യാപനങ്ങൾ ഇറക്കിയതുകൊണ്ട് നടക്കുകയില്ല. ഇത് വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ജനസഹസ്രങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾക്കറിയാമോ, കൃത്യം 1 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ റിയാദിൽ ചെല്ലുകയുണ്ടായി. അന്നത്തെ മക്ക ഗവർണറായിരുന്ന ഖാലിദുൽ ഫൈസലിന്റെ ക്ഷണപ്രകാരമായിരുന്നു ഞങ്ങൾ ജിദ്ദയിൽ ആദ്യം പോയിരുന്നത്. ആ ഖാലിദുൽ ഫൈസലിന്റെ നിർദ്ദേശപ്രകാരം തന്നെ നിങ്ങളൊന്ന് റിയാദിൽ പോകണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. സാക്ഷിയായി റിയാദിലെ നമ്മുടെ പ്രവർത്തകൻ ഷരീഫ് മുസ്ലിയാർ ഇതേ സ്റ്റേജിൽ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ റിയാദിൽ ചെന്നപ്പോൾ അവിടെ അതാ ഫൈസൽ രാജാവിന്റെ പേരിലുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി അഥവാ കയ്യെഴുത്ത് പുസ്തകങ്ങൾക്കുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ലൈബ്രറി, ആ ലൈബ്രറി കാണാൻ വേണ്ടി ഫൈസൽ രാജാവിന്റെ മക്കൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കൊണ്ടുപോവുകയാണ്. ഫൈസൽ രാജാവ് ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? വലിയ പണ്ഡിതനായിരുന്നു, വലിയ ദൈക്ഷണികനായ ഭരണാധികാരിയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, അന്ന് മോറിസ് ബുക്കായി താൻ എങ്ങനെ ഇസ്ലാം വിശ്വാസിയായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു അനുഭവമുണ്ട്. പാരീസിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ ഹൃദയ സർജനായി, ഹാർട്ട് സർജനായി ജോലി ചെയ്യുമ്പോൾ അന്നെന്റെ പേഷ്യന്റുകളായി വരുന്നത് ലോകത്തെ വലിയ വലിയ ഭരണാധികാരികളായിരുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഭരണാധികാരികൾ എന്റെ മുന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിലെത്തുമ്പോൾ ഞാൻ അവരെ നന്നായി ഓപ്പറേഷൻ ചെയ്യും, അവർക്ക് കൂടുതൽ മുന്തിയ പരിഗണന നൽകും. അങ്ങനെ അവരെ ചികിത്സിച്ച് ഭേദമാക്കി അവർക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഞാൻ അവരുടെ വിശ്രമ റൂമിൽ ചെന്നുകൊണ്ട് ഞാനാണ് നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നടത്തിയ സർജറി എത്രമാത്രം സീരിയസ് ആയിരുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഡോക്ടറായ ഞാൻ പറയുന്നതെന്തും അപ്പടി വിശ്വസിക്കാൻ പാകമാക്കിയതിനു ശേഷം ഞാൻ അവരോട് ചോദിക്കും, അല്ല, ഈ മുഹമ്മദ് നബിയെപ്പറ്റി നിങ്ങൾക്കെന്ത് പറയാനുണ്ട്? പരിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തെപ്പറ്റി എന്ത് പറയാനുണ്ട് എന്ന് ഞാൻ അവരോട് ചോദിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. മോറിസ് ബുക്കായി പറയുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ഭരണാധികാരിയെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്ക് ആ ഭരണാധികാരിയുടെ ഔദ്യോഗിക മതമായ ഇസ്ലാമിനെപ്പറ്റി അയാൾക്ക് സംശയമുണ്ടാക്കാൻ എനിക്ക് കഴിയുന്നു. ഖുർആൻ അതിന് യാതൊരു പ്രാധാന്യവുമില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ അയാളെ എത്തിക്കുന്നു. മുഹമ്മദ് നബി കേവലം സാധാരണ മനുഷ്യനാണ് എന്ന് ഇവിടത്തെ ശൂന്യേതര പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവരെ എത്തിച്ചതിന് ശേഷം മാത്രമാണ് ലോകത്തെ വൻകിട ഭരണാധികാരികളായ എന്റെ രോഗികളെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്തു വിടുക. അങ്ങനെ ഇരിക്കെ ഹാർട്ട് സംബന്ധമായ അസുഖത്തിനു വേണ്ടി സൗദി അറേബ്യയുടെ രാജാവ് ഫൈസൽ എന്റെ സർജറി ടേബിളിന്റെ മുന്നിലെത്തുകയാണ്. എനിക്ക് മനസ്സിലായി, ഇന്നേ വരെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു രോഗി ആരാണെന്നറിയാമോ? ഈ ഫൈസൽ രാജാവാണ്. പണ്ട് നമ്മുടെ വലിയ മെത്രോപോലീത്ത പറഞ്ഞു, എന്റെ ഏറ്റവും അടുത്ത ഒരു അഭിഭാഷകൻ രാവിലെ എന്നും എന്നെ കാണാൻ വരും. എന്നെ കാണാൻ വന്നിട്ട് തിരുമേനി പ്രാർത്ഥിക്കണം എന്ന് പറയും.
ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്തിനടോ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? എന്റെ സുഹൃത്ത് വക്കീലാണ്, അഭിഭാഷകനാണ്, മെത്രോപോലീത്ത പറയുകയാണ്. എന്നോട് ആ വക്കീൽ സുഹൃത്ത് പറഞ്ഞു, ഏതോ ചെറിയ അടിപിടി കേസൊന്നും അല്ല വരേണ്ടത്, നല്ല കുത്തിക്കൊന്ന വല്ല കേസും തന്നെ ദിവസവും വരാൻ വേണ്ടി തിരുമേനി ഒന്ന് ദുആ ചെയ്യണം എന്ന് ആണ് അദ്ദേഹം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പോൾ വക്കീലന്മാർക്ക് വലിയ കേസ് വേണം, അഥവാ കുത്തിക്കൊന്ന കേസ് തന്നെ വേണം. അതുപോലെ ഈ വലിയ ഡോക്ടർമാർക്ക് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് തരാൻ പറ്റിയ രോഗിയാവണം എന്നത് വല്ലാത്ത താല്പര്യമാണ്. മോറിസ് ബുക്കായി പറയുകയാണ്, ഞാൻ പരിശോധിച്ച രോഗികളിലെ ഏറ്റവും വലിയ രോഗിയായി സൗദി അറേബ്യയുടെ രാജാവ് ഫൈസൽ രാജാവ് എന്റെ മുന്നിൽ കിടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യത്തെ ദിവസം തന്നെ കയ്യിലെടുത്തു, നന്നായി ട്രീറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഞാൻ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ഒക്കെ സുഖമായതിനു ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് മറ്റു പല രീതിയിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി. അവസാനം ഞാൻ ഫൈസൽ രാജാവിനോട് ചോദിച്ചു, അല്ല രാജാവേ, മുഹമ്മദ് നബിയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫൈസൽ രാജാവ് അന്നെന്നോട് മറുപടി പറഞ്ഞത്, മുഹമ്മദ് നബി ദൈവത്തിന്റെ പ്രവാചകനാണ്. ഞാൻ ചോദിച്ചു, അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ മനുഷ്യത്വ വശം പോലും ഇല്ലാത്തതാണ് എന്നാണല്ലോ എനിക്ക് മനസ്സിലാകുന്നത്. ഉടനെ ഫൈസൽ രാജാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ പറ്റി മനസ്സിലായത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഖുർആൻ വായിച്ചതാണ്. ശരി, നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലായത് എങ്ങനെയാണ്? ഫൈസൽ രാജാവ് എന്നോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞാൻ രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഖുർആൻ മനസ്സിലായത് ഞാൻ ഖുർആന്റെ പരിഭാഷ വായിച്ചിട്ടാണ്. അയ്യോ, ഫൈസൽ രാജാവ് ഉടനെ മോറിസ് ബുക്കായിയോട് പറഞ്ഞു, കഷ്ടം, ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലായത് ഖുർആന്റെ പരിഭാഷ വായിച്ചിട്ടാണല്ലേ? ഖുർആൻ പരിഭാഷപ്പെടുത്തിയത് മുഹമ്മദ് നബിയാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഉടനെ മോറിസ് ബുക്കായി പറഞ്ഞു, അല്ല, അത് ആധുനിക കാലഘട്ടത്തിലെ ചില ട്രാൻസ്ലേറ്റേഴ്സ് പരിഭാഷകർ നടത്തിയതാണ്. അയ്യോ, അപ്പോൾ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? മുഹമ്മദ് നബിക്ക് ദൈവം ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആന്റെ പരിഭാഷ നടത്തിയത് ആധുനിക കാലഘട്ടത്തിലുള്ള ഏതോ സ്കോളർ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾ. എന്നിട്ട് അയാൾ പറഞ്ഞു തന്നത് അത്രയും ഇതാണ് ഖുർആനിലുള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ വളരെ വലിയ അബദ്ധമാണ്. നിങ്ങൾ ആദ്യം അറബി ഭാഷ നന്നായി പഠിക്കണം, എന്നിട്ട് നിങ്ങൾ പഠിച്ച അറബി ഭാഷ ഉപയോഗിച്ച് ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. എങ്കിലേ നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റൂ. ഇത് കേട്ടപ്പോൾ മോറിസ് ബുക്കായി പറയുകയാണ്, എത്രയോ രാഷ്ട്ര നേതാക്കന്മാരെ ഞാൻ ചികിത്സിച്ച് മുസ്ലിമീങ്ങളായവരെ ഞാൻ വഴിതെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈസൽ രാജാവിന്റെ മറുപടി എന്റെ ഹൃദയത്തിൽ ശരിക്കും കൊണ്ടു. ഞാൻ അന്ന് മുതൽ അറബി പഠിക്കാൻ തീരുമാനിച്ചു. 4 കൊല്ലത്തെ കഠിന ശ്രമം കൊണ്ട് അറബി ഭാഷ ഞാൻ നന്നായി പഠിച്ചു. അറബി ഭാഷ പഠിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആൻ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ മുന്നിൽ ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തിനും പ്രസക്തിയില്ല എന്ന ബോധ്യം എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ മുസ്ലിമാകുന്നത്. ആ കൂട്ടത്തിൽ ഈജിപ്തിലെ ഗവൺമെന്റ് എന്നെ ഒരു വലിയ ദൗത്യത്തിന് നിയോഗിക്കുക കൂടിയുണ്ടായി. അഥവാ ആയിടെ കണ്ടെടുക്കപ്പെട്ട ഒരു പിരമിഡിൽ നിന്ന് കിട്ടിയ ഫാറോയുടെ ഡെഡ് ബോഡിയെ എത്രമാത്രം പഴക്കമുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടിയുള്ള ദൗത്യമാണ് എന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സംഘത്തെ അദ്ദേഹം ഏൽപ്പിച്ചത്, ഗവൺമെന്റ് ഏൽപ്പിച്ചത്. ഞാനത് ഗവേഷണം നടത്തിയപ്പോൾ ഞങ്ങളുടെ ടീമിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു, ഇത് റാംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔനിന്റെ മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ഫിർഔനാണ്. അപ്പോൾ പിന്നെ എനിക്ക് സംശയം തോന്നി. ബൈബിളിൽ പറഞ്ഞത് അദ്ദേഹത്തെ കടലിൽ മുക്കിക്കൊന്നു എന്നാണ്. ഈ മമ്മി പരിശോധിച്ചിട്ടാണെങ്കിൽ കുറെ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വെള്ളത്തിൽ കടന്ന ഒരു ലക്ഷണവും ഈ മമ്മിയിൽ കാണാനുമില്ല. അങ്ങനെ എന്റെ ഗവേഷണ റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം ഇവ്വിഷേകമായി ഖുർആൻ എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാൻ ഞാൻ നിർബന്ധിതനായി. ഇന്ന് തന്നെ നിന്റെ ഡെഡ് ബോഡി നമ്മൾ റിക്കവർ ചെയ്യും എന്ന പരിശുദ്ധ ഖുർആന്റെ ഭാഗം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടു, ഖുർആനാണ് യഥാർത്ഥത്തിൽ വേദവാക്യം, ദൈവവാക്യം എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ മുസ്ലിമായത്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇടക്ക് ഫൈസൽ രാജാവിനെ പറഞ്ഞു എന്ന് മാത്രം. ഫൈസൽ രാജാവിന്റെ കിങ് ഫൈസൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി കാണാൻ ബഹുമാനപ്പെട്ട ഷരീഫ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കാന്തപുരം ഉസ്താദും ഞങ്ങളെല്ലാവരും ചെന്നു. റിയാദ് നിങ്ങൾക്കറിയാം, പണ്ടത്തെ നജദ്. ആ നജദിൽ ഞങ്ങൾ കാണാൻ പോകുന്നത് കിങ് ഫൈസൽ ഫൗണ്ടേഷനാണ്. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഒരുപാട് കാലം ഭരണം നടത്തിയ ഏറ്റവും ശക്തനായ രാജാവിന്റെ പേരിൽ തങ്ങളുടെ മക്കളും ആ നാട്ടിലെ ഗവൺമെന്റും കൂടി സ്ഥാപിച്ച വലിയ സ്ഥാപനമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറികളിൽ ഒന്നായ ലൈബ്രറി സന്ദർശിക്കാനാണ് കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഞങ്ങളെല്ലാവരും കൂടി കടന്നു ചെല്ലുന്നത്. ഞങ്ങൾ ആദ്യമായി ഫൈസൽ രാജാവിന്റെ മക്കൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ലൈബ്രറിയുടെ ഒരു ഭാഗത്ത് പ്രത്യേകം അലങ്കരിച്ച ഒരു റൂമുണ്ട്. ആ റൂമിലേക്ക് കടന്നു ചെന്ന് അതിന്റെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് നിങ്ങൾ വായിച്ചു നോക്കൂ എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാര് ഞങ്ങളോട് ആദ്യം പറയുന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആസാറു സയ്യിദിനാ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ആ ഫ്രെയിം ചെയ്ത് വച്ചിരിക്കുന്ന ആസാറുകളെ തൊട്ട് കൈമുത്തി തബറുക്കെടുത്ത് രാജാവിന്റെ മക്കൾ ഞങ്ങളോടും കൂടി പറയുകയാണ്, ഇതാ നിങ്ങളിത് കണ്ട് തബറുക്കെടുത്തോളൂ, എന്നിട്ടാകാം നമുക്ക് ലൈബ്രറി കാണാൻ പോക്ക് എന്ന് അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ തബറുക്കെടുത്തതിന്റെ ശേഷമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ലൈബ്രറി സന്ദർശനത്തിന് വേണ്ടി പോയത്. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. സൗദി അറേബ്യയെപ്പറ്റി കേൾക്കുമ്പോൾ, റിയാദിനെപ്പറ്റി കേൾക്കുമ്പോൾ, റിയാദിന്റെ പണ്ടത്തെ പേര് നജിദാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, ആ സൗദി അറേബ്യയെപ്പറ്റി പൊതുവായ കാഴ്ചപ്പാടുകൂടി കൂട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണോ സുബ്ഹാനല്ലാഹ് രാജാവിന്റെ മക്കളടക്കമുള്ളവർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ ചെല്ലിട്ടു സൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അത് തബറുക്കെടുക്കാൻ, അതുപോലെ അവിടെ വരുന്ന ലോകത്തെ VVIPകൾക്ക് അവിടെ വന്ന് തബറുക്കെടുക്കാൻ അവസരം കൊടുക്കുന്നത് എങ്കിൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ JDTയുടെ കീഴിലുള്ള ഇഖ്റ എന്ന് പറയുന്ന ഹോസ്പിറ്റലിന്റെ ഇൻസ്പെക്ഷന് വേണ്ടി 25ഓളം അറബികൾ സൗദി അറേബ്യയിൽ നിന്ന് വരികയാണ്. JDTയുടെ കീഴിലുള്ള ഇഖ്റ ആശുപത്രി എല്ലാവർക്കും അറിയാം. ആ ഇഖ്റ ആശുപത്രിയുടെ ഇൻസ്പെക്ഷൻ ആവശ്യാർത്ഥം 25ഓളം അറബികൾ അവിടെ വരികയാണ്. ആ കൂട്ടത്തിൽ സൗദികളുണ്ട്, സിറിയക്കാരുണ്ട്, ഈജിപ്തുകാരുണ്ട്, ലബനീസുണ്ട്, കുവൈറ്റുകളുണ്ട്, ഖത്തറുകാരുണ്ട്, UAEക്കാരുണ്ട്, ഒമാനികളുണ്ട്. ആ 25 അംഗ സംഘം, ആ സംഘം അവിടുത്തെ പണികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മർക്കസു സഖാഫത്ത് സുന്നിയയിൽ വരികയാണ് മർക്കസ് കാണാൻ. ആ കൂട്ടത്തിൽ സംഘത്തിന്റെ നേതാവായി അന്ന് ഉണ്ടായിരുന്ന മാജിദ് ഇമാം എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു കലണ്ടർ തരികയാണ്. നമ്മൾ കുട്ടികളുടെ കൈവശം കലണ്ടർ കൊടുത്തയക്കാറുണ്ട്, മർക്കസിന്റെ കലണ്ടറുകൾ. കാരണം അത് കൊടുത്തു കിട്ടുന്ന സംഭാവന മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ഉപയോഗിക്കാൻ. മർക്കസ് കലണ്ടർ വാങ്ങിയിട്ടില്ലാത്തവരോട് ഞാൻ ഉണർത്തുകയാണ്, പോകുമ്പോൾ ഓഫീസിൽ ചെന്ന് ആ കലണ്ടർ നിങ്ങൾ കൈപ്പറ്റണം. മാത്രമല്ല നിങ്ങളുടെ സംഭാവനകൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മുടെ മെയിൻ ഓഫീസിന്റെ പരിസരത്ത് തന്നെ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ദുആ ചെയ്തു തരാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൂടെയാകണം നിങ്ങളെ തിരിച്ചുപോക്ക് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇവിടെ വന്ന 25 സംഘം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്കോരോ കലണ്ടർ തരികയാണ്. ആ കലണ്ടറിൽ അതിന്റെ നേരെ മേലെ എഴുതി വെച്ചത് അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട നമുക്കിടയിൽ മഷ്ഹൂറായ ഒരു വചനമാണ്. ലഅൻ തകൂന ഇൻദി ശഅറത്തും മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ശഅർ മുബാറക് ഉണ്ടാകുന്നതാണ് ലോകത്ത് മറ്റ് സർവ്വ സമ്പാദ്യങ്ങളും ഉണ്ടാകുന്നതിനേക്കാൾ എനിക്കേറ്റവും പ്രിയം
എന്ന് മഹാന്മാര് പറഞ്ഞു വെച്ച ആ വരികൾ എഴുതിയ കലണ്ടർ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് വേണ്ടി എങ്ങാനും അച്ചടിച്ചു കൊണ്ടുവന്നതാണോ എന്ന് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് സംശയമുണ്ടാകുന്നത് കൊണ്ട് ഞാൻ ആ മാജിദ് ഇമാമിനോട് ചോദിച്ചു, ഈ കലണ്ടർ എവിടെ പ്രിന്റ് ചെയ്തതാണ്? അദ്ദേഹം പറഞ്ഞു, ഇത് കൈറോയിൽ വെച്ച് പ്രിന്റ് ചെയ്തതാണ്. ഇത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ല, ഇതിന്റെ കോപ്പി ഞങ്ങൾ JDTയിൽ കൊടുത്തിട്ടുണ്ട്, ഇഖ്റ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. ലോകത്ത് ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ എല്ലാ രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ഈ കലണ്ടറിന്റെ കോപ്പി സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അവിശ്വസനീയത ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ എന്റെ കൂടെ ഈ കെട്ടിടത്തിൽ തന്നെയുള്ള എന്റെ റൂമിൽ വരാം, ഞാൻ ആ കലണ്ടർ കാണിച്ചു തരാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് മാത്രമല്ല, ഷായറെ മുബാറക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് വരെ ഷായറെ മുബാറക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന വർണ്ണശബളമായ കലണ്ടർ പ്രസിദ്ധീകരിച്ച് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത് സൗദി അറേബ്യയിലുള്ള അറബികളാണ് എന്ന വസ്തുത പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം. അതിനുശേഷം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ ജിദ്ദയിൽ അറബികളുടെ വലിയ ഒരു ആസ്ഥാനത്ത് ചെന്നു. സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്ന് ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരാ നേരത്ത് ഒരു കവറിൽ 3-4 പെട്ടി കൊണ്ടുവരികയാണ്. ആദ്യം തന്നെ ഒരു പെട്ടിയെടുത്ത് അവര് ബഹുമാനപ്പെട്ട ഉസ്താദിന് കൊടുത്തു. പിന്നെ ഒരു പെട്ടി എനിക്ക് തന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ പെട്ടി തന്നു. എന്താണ് ആ പെട്ടിയിലുള്ളത് എന്നല്ലേ? ആ പെട്ടിയിൽ മദീന റൗദ ഷരീഫിൽ നിന്ന് അടിച്ചു വാരിയ മൺതരികളെല്ലാം കൂട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖത്മ് അഥവാ ലോകപ്രസിദ്ധമായ സീല്, ആ മൺതരികൾ കൂട്ടി ഉണ്ടാക്കിയ സീലാണ്. ആ സീല് നല്ല സുന്ദരമായ പാക്കിംഗ് സംവിധാനത്തോടുകൂടി എവിടെയും ബറക്കത്തിന് വേണ്ടി കൊണ്ടുപോയി വെക്കാൻ പറ്റിയ രീതിയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ റൗള ശരീഫ് അടിച്ചു വാരിയപ്പോൾ കിട്ടിയ മൺതരികൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖത്മ് സീലുണ്ടാക്കിക്കൊണ്ട് അത് ഞങ്ങൾക്കൊക്കെ തന്ന് ഇത് ഞങ്ങൾ ലോകത്ത് തബറുക്കിൽ വിശ്വസിക്കുന്നവർക്ക് മുഴുവൻ കൊടുക്കുന്നതാണ് എന്ന് ആ അറബികൾ പറഞ്ഞു. എങ്കിൽ അത് കാണണമെങ്കിലും അൽഹംദുലില്ലാഹ് എന്റെ റൂമിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതുണ്ട് എന്ന് കരുതി ഇനി അവിടേക്ക് വേറൊരു സിയാറത്ത് ഇന്ന് സംഘടിപ്പിക്കുന്നില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവരുടെ ഹൃദയം അല്ലാഹുവിന്റെ റസൂലിലേക്ക്, അവിടുത്തെ ആസാറുകളിലേക്ക്, അവിടുത്തെ മൗലിദിലേക്ക്, അവിടുത്തെ തബറുക്കിലേക്ക് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഉസ്താദ് ഇല്ലായിരുന്നെങ്കിൽ ഈ മർക്കസ് ഒരുപക്ഷെ നമുക്കുണ്ടാകുമായിരുന്നില്ല. ആ ഉസ്താദ് ഉണ്ടായിരുന്നില്ല എങ്കിൽ കോഴിക്കോട് നഗരത്തിൽ സുന്നികൾ കന്തസോടുകൂടി നിസ്കരിക്കാൻ പറ്റിയ പള്ളികൾ ഉയരുമായിരുന്നില്ല. ആ കാന്തപുരം ഉസ്താദ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ബംഗാളിലും ആസാമിലും മധ്യപ്രദേശിലും യുപിയിലും ഹരിയാനയിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഭക്ഷണം നൽകാൻ, വെള്ളം നൽകാൻ, അവർക്ക് അക്ഷരാഭ്യാസം നൽകാൻ അതിനുള്ള സംവിധാനം ഉണ്ടാകുമായിരുന്നില്ല. ആ കാന്തപുരം ഉസ്താദ് ഉണ്ടായിരുന്നില്ലെങ്കിൽ യാതൊരു സംശയമുണ്ടാവില്ല, ഈ പറഞ്ഞൊരസുലഭ മുഹൂർത്തം നമുക്കൊരിക്കലും കൈവരുമായിരുന്നില്ല. നമുക്കിത് പോരാ, ഇനിയും ഒരുപാട് ആവശ്യമുണ്ട്. പടച്ചവനെ, ആ ഉസ്താദിന്റെ വാസിത്തയായി ഞങ്ങൾക്ക് എന്തൊക്കെ ഹൈറാത്തുകളുണ്ടോ അത് മുഴുവൻ നീ എളുപ്പമാക്കി തരണേ അല്ലാ. ആ ഉസ്താദിന് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, നമ്മുടെ ഉലമാക്കൾ, താജുൽ ഉലമ അടക്കമുള്ള ഉലമാക്കൾ, അല്ലാഹുവേ നിന്റെ ത്വാഅത്തിലായി ഖൈറിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിതവുമായി മുന്നോട്ടു പോകാൻ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകണമേ. ആമീൻ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
لا إله إلا الله نبدأ باسم الجلالة محمد رسول الله صاحب الرسالة لا إله إلا الله نبدأ باسم الجلالة محمد رسول الله صاحب الرسالة لا إله إلا الله باسم الجلالة محمد رسول الله صاحب الرسالة لا إله إلا الله باسم الجلالة محمد رسول الله صاحب الرسالة الله يا أهل عليك الله لا إله إلا الله نبدأ بالجلالة محمد رسول الله صاحب الرسالة لا إله إلا الله نبدأ بالجلالة محمد رسول الله صاحب الرسالة هيا بنا نحيي الأرض معنا هيا بنا نحيي الأرض معنا ونبني كل الإنسان الذي حلت بنا إلا الله نبدأ باسم الجلالة محمد رسول الله صاحب الرسالة لا إله إلا الله نبدأ باسم الجلالة محمد رسول الله صاحب الرسالة لا إله إلا الله نبدأ باسم الجلالة محمد رسول الله صاحب الرسالة لا إله إلا الله نبدأ باسم الجلالة محمد رسول الله صاحب الرسالة لا إله إلا الله نبدأ باسم الجلالة محمد رسول الله صاحب الرسالة اللهم صل وسلم وبارك عليه يا الله يا رحمن حقق آمالنا من كل حال كل سعينا يا الله